പുരകെട്ട് കല്യാണം, അങ്ങനെ ഒരു കല്യാണത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു കല്യാണത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് നടന്ന ഒരു പുരകെട്ട് കല്യാണം. എല്ലാവർക്കും എൻ്റെ മറ്റൊരു അനുഭവത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുരകെട്ട് കല്യാണത്തിന് ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട്. ഓലപ്പുരയുടെ പഴയ ഓല മാറ്റി പുതിയ ഓല മേയുന്നതാണ് പുരകെട്ട് കല്യാണം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനപ്പുറം ഇതൊരു ആഘോഷമായിരുന്നു. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ നാട്ടിലെ മിക്ക വീടുകളും ഓലപ്പുരകളോ ഓടുംപുരകളോ ആയിരുന്നു. വളരെ അപൂർവം ടെറസിട്ട് വീടുകൾ അന്ന് നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ചുറ്റുപാടുള്ള വീടുകളൊക്കെ ഓലപ്പുരകളായിരുന്നു. പുരകെട്ട് കല്യാണത്തിന്റെ 3 മാസം മുമ്പേ എൻ്റെ ഉമ്മ തുടങ്ങും ഓല മെടിയാൻ. അന്ന് മറ്റു ആളുകളുടെ പറമ്പ് പോയി ഓല പൊലിച്ചു കൊടുന്ന് അത് മെടഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വലിയൊരു പുളിമരമുണ്ട്. ആ പുളിൻ്റെ ചോട്ടിൽ 4 കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതിങ്ങനെ അട്ടിക്ക് വെക്കും. ഇതിലും ഒരു സൗഹൃദം ഉണ്ട് കേട്ടോ. ഒറ്റക്കല്ല, അയൽവാസികളായ സ്ത്രീകളൊക്കെ ഈ ഓല എടുക്കാനും ഓല മെടയാനും അന്നെല്ലാം ഒരുമിച്ചായിരുന്നു, ആരും തനിച്ചായിരുന്നില്ല. പുര കെട്ടാൻ വരുന്ന ഒരാളുണ്ട്. ഇയാളാണ് ആ നാട്ടിലെ എല്ലാ സ്ഥലത്തും എല്ലാ വീടുകളിലും പുര കെട്ടാൻ പോയിരുന്നത്. ഇയാൾ ആദ്യം പോയി കാണും, ഇയാൾ ഡേറ്റ് വാങ്ങും. ആ ഡേറ്റിന്റെ തലേന്ന് അയൽവാസികളെ ക്ഷണിക്കും. നിങ്ങൾ എല്ലാവരും നാളെ വരുന്നു കേട്ടോ, നാളെയാണ് നമ്മളെ പുരകെട്ട് കല്യാണം. വന്ന് അയൽവാസികളും വരും. പുരകെട്ട് കല്യാണത്തിന് അന്ന് രാവിലെ പുലർച്ചെ ഞങ്ങളൊക്കെ എഴുന്നേൽക്കും. ഞാനൊക്കെ ചെറിയ കുട്ടിയാണ്, മുതിർന്നവരും കുട്ടികളും എല്ലാവരും എഴുന്നേൽക്കും. എന്നിട്ട് ഞങ്ങൾ ആദ്യത്തെ പരിപാടി വീട്ടിന് ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. അന്ന് അലമാര, വലിയ പെട്ടികൾ അതൊന്നുമില്ല. എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ഈ ഇരുമ്പിന്റെ പെട്ടി, കുറെ പ്ലാസ്റ്റിക്കിന്റെ സഞ്ചികൾ, ഇതൊക്കെ ആയിരുന്നു. എല്ലാ സാധനങ്ങളും പുറത്തേക്ക് വെക്കും. വീട് മൊത്തം കാലിയാവും. എന്നിട്ട് ഒരു 8 മണിക്കൊക്കെയാണ് ഇയാളിങ്ങനെ കയറി വരിക, ഈ പുര കെട്ടാൻ വരുന്ന ആളെ. അപ്പോൾ ഇയാളിങ്ങനെ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുക, എപ്പോഴാണ് ഇയാൾ എത്തുക. ഭയങ്കര ഒരു ഹീറോ പരിവേഷം ഇയാൾക്കുണ്ട്, കാരണം വീടിൻ്റെ മുകളിൽ കയറാൻ പോണ ആളല്ലേ. അങ്ങനെ ഇയാളിങ്ങനെ എത്തി ചുറ്റുഭാഗം ഇങ്ങനെ നോക്കും. എന്നിട്ട് എല്ലാവരും ഒന്ന് ഉപദേശിച്ച് ഇയാൾ വീടിൻ്റെ മേൽക്കൂരയിൽ കയറും. മുള കെട്ടിയ ഒരു മേൽക്കൂരയാണ്, അതിൻ്റെ മുകളിലാണ് ഈ ഓല മേയേണ്ടത്. ഇയാൾ വീണ്ടും മുകളിൽ കയറിയിട്ട് പഴയ എല്ലാ ഓലകളും താഴേക്ക് എടുത്തിടും. കുട്ടികളായി ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ തപ്പാൻ പോകും. തപ്പലാണ് ഞങ്ങളുടെ പരിപാടി. എന്തിനാണ് തപ്പുന്നത് അറിയോ? അതുവരെ കിട്ടാത്ത കുറേ സാധനങ്ങൾ അന്ന് ഞങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ കളിക്കും ചെയ്യാം. ആരും ചോദിക്കാനില്ല, നിയന്ത്രിക്കാനില്ല, പറയാനില്ല, ഒന്നുമില്ല. അന്ന് ഞങ്ങളെ ഇഷ്ടം പോലെയാണ് എല്ലാം. അങ്ങനെ തപ്പി എനിക്ക് അവസാനം ഒരു കൂറച്ചോ കിട്ടി. അന്ന് കൂറച്ചോക്കാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് മിഠായി ആണെന്ന് കരുതി ഞാൻ കടിച്ചു. അപ്പോഴേക്കും എൻ്റെ അയൽവാസത്ത് കണ്ട് അവർ പെട്ടെന്ന് ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി വലിച്ചെറിഞ്ഞ് എൻ്റെ വായൊക്കെ കഴുകി തന്ന്. അങ്ങനെ ഒരു അബദ്ധം ഈ കല്യാണത്തിനിടയ്ക്ക് ഞാൻ ചെയ്തു. ഇയാളെന്ത് ചെയ്തു? പഴയ ഓലൊക്കെ എടുത്തു മാറ്റി. ഉച്ച സമയമാകുമ്പം ഇയാൾ താഴേക്കിറങ്ങി. കാരണം ഇനിയുള്ളത് എന്താണ്? പുതിയ ഓല മേയലാണ്. ഇതാണ് ഭയങ്കര രസമുള്ള സംഭവം കേട്ടോ. ഒരു കൗതുകം തന്നെയാണ് ഇത് കാണുമ്പോൾ. വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം ഉണ്ടാക്കുക. ബീഫ് വരട്ടിയതും കറമൂസക്കറിയും ചോറും പപ്പടവും ഉപ്പേരിയും, ഇങ്ങനെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം. ഇതാണ് ഉച്ചക്ക് കിട്ടുക. ഇതൊക്കെ കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്ത് ഇയാൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കയറും. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇയാളെ നോക്കുക. ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ, അവരെ ഭാര്യ, ഇവരൊക്കെ അന്ന് വീട്ടിലെത്തും രാവിലെ തന്നെ. അപ്പം ഈ ഓല മുകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ആള് എൻ്റെ മൂത്താപ്പയാണ്, അത് ഉപ്പാൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ താഴെ നിന്ന് ഉപ്പാൻ്റെ ജ്യേഷ്ഠന് ആ ഓല പിടിക്കുന്ന രീതി ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുത്തനെ പിടിച്ചിട്ട് ഒരൊറ്റ ഏറിൻ്റെ മുകളിലേക്ക് എറിയുന്ന സമയത്ത് ഇയാളോട് പിടിക്കുന്നത്. ഈ രംഗം കാണാൻ നല്ല, ഞങ്ങൾ കൗതുകത്തോട് കൂടി ഇതിങ്ങനെ കണ്ടു നിൽക്കും. കുട്ടികൾ ചുറ്റും വട്ടത്തിൽ എറിയുന്നതും ആ പിടിക്കുന്ന രംഗം, അത് രണ്ടും കൗതുകത്തോട് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ കേടുവന്ന മുളയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് പുതിയ മുളകൾ എന്ത് ചെയ്യും, അവിടെ കെട്ടിവെക്കും. അങ്ങനെ ഓരോ ഓലകൾ മേഞ്ഞ് വരും. തൂങ്ങിക്കിടക്കുന്ന ഓലകളൊക്കെ ഇയാൾ ഒന്ന് വെട്ടി മാറ്റി വൃത്തിയാക്കും. പിന്നീടാണ് ഞങ്ങളെ ജോലി തുടങ്ങുന്നത്. ഇയാൾ പോയി കഴിഞ്ഞാൽ അയൽവാസികളും ഞങ്ങളും എല്ലാം ചേർന്ന് വീടിൻ്റെ അകവും പുറവൊക്കെ വൃത്തിയാക്കും. അടിച്ചുവാരലും മോലക്കൊടി കത്തിക്കലും. അന്ന് രാത്രി 8 മണിയൊക്കെ വീട്ടിൽ നിറയെ ആളുകളും ആഘോഷവും ആണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. 2 കാര്യം: ഒന്ന്, നല്ല ഭക്ഷണം കിട്ടും, വീട്ടിലെല്ലാവരും ഉണ്ടാകും. വരുന്ന ആളുകളൊക്കെ ബേക്കറി പലഹാരം കൊണ്ടാണ് വരിക. നല്ല ഭക്ഷണം അന്ന് കിട്ടിയിരുന്നു. അതുവരെ കിട്ടാത്ത പലഹാരങ്ങളൊക്കെ അന്ന് കിട്ടും. ഇതിനപ്പുറം ഞാൻ കണ്ടൊരു മറ്റൊരു വസ്തുതയുണ്ട്. ഐക്യം, സ്നേഹം, സൗഹൃദം, അയൽപക്ക ബന്ധം അന്ന് ശക്തമായിരുന്നു. എൻ്റെ വീട്ടിൽ പുരകെട്ട് കല്യാണം നടക്കുമ്പം ചുറ്റുഭാഗത്തുള്ള സ്ത്രീകളും പുരുഷന്മാരൊക്കെ വരും. അവരെ വീട്ടിൽ നടക്കുമ്പം ഞങ്ങളും പോകും.
അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ സിസ്റ്റം അന്ന് നിലനിന്നിരുന്നു. പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ആളുകൾ വരുമ്പോൾ കൊണ്ടുവരും. വീടിന്റെ മേലക്കറുള്ള കോണിയും എല്ലാം ഒന്നും പുറത്തുപോയി വാങ്ങേണ്ട അവസ്ഥ വരുന്നില്ല. ആ രീതിയിൽ നല്ലൊരു സൗഹൃദ ബന്ധം അന്ന് നിലനിന്നിരുന്നു. പുരകെട്ട് കല്യാണം എന്ന് പറഞ്ഞാൽ തന്നെ അത് സൗഹൃദത്തിന്റെ ആഘോഷമായിരുന്നു, സ്നേഹത്തിന്റെ ആഘോഷമായിരുന്നു, ഒരു ഗ്രാമത്തിന്റെ ആഘോഷമായിരുന്നു. ഇപ്പോൾ എന്നെ ഏറ്റവും ചിന്തിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരി ഒരു റിസോർട്ട് പോയ സമയത്ത് അവിടെ ഒരു ചെറിയൊരു ഓലക്കുടിൽ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഓലക്കുണ്ടുള്ളിൽ ഈ കുറേ നേരം ഇരുന്ന് അപ്പോഴേക്ക് ഞാൻ ഓർത്തത് എൻ്റെ കുട്ടിക്കാലമായിരുന്നു. ഇന്ന് ഒരു ഓലക്കൂടിൽ ഇരിക്കണമെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ റിസോർട്ടിൽ പോകേണ്ട അവസ്ഥയാണ്. ഇപ്പൊ നാട്ടിൽ എവിടെയെങ്കിലൊക്കെ ഇത്തരം വീടുകൾ ഉണ്ടാവാം. ഇതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ഈ മൂട്ടകളെ പ്രശ്നമായിട്ടുണ്ട്. ഓല വീടുകളിൽ പൊതുവെ ഈ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ചുമരുകളായിരിക്കും. ഇഷ്ടം പോലെ ദ്വാരങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഈ ദ്വാരത്തിലൊക്കെ മൂട്ടകൾ ഉണ്ടാവും. മൂട്ടകൾ മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കില്ലെന്നേ. കാരണം മനുഷ്യൻ ഇങ്ങനെ ഉറക്കം വരുമ്പോഴാവും ഇവർ വന്ന് ഇങ്ങനെ നമ്മളെ ചോര ഇങ്ങനെ ഊറ്റി കുടിക്കുക. ഇത് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഓലപ്പുരയെ കുറിച്ച് ആലോചിക്കുമ്പം ഇതും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഓലപ്പുരയുടെ കൂടപ്പിറപ്പാണ് മൂട്ട എന്ന് പറയുന്നത്. ഇന്ന് വളരെ സുഖകരമായ ജീവിതമാണെങ്കിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും.